ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന മൂവി അങ്ങനെ ഫസ്റ്റ് ഷോ നമ്മൾ വന്നതേ ഉള്ളൂ. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ശ്രീരാജ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളാണ്. പടം റൈറ്റ് ചെയ്തേക്കുന്നതും പുള്ളി തന്നെയാണ്. പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അൻവർ റഷീദ്. ഇപ്പോൾ പടത്തിലെ കാസ്റ്റ് വരുന്നത് സൗബിൻ ഉണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, ചെമ്പൻ വിനോദ് ഉണ്ട്, ചാന്ദിനി ഉണ്ട്, പിന്നെ ശിവജിത്ത് ഉണ്ട്. ഇങ്ങനെ ലോട്ട്സ് ഓഫ് ആൾക്കാർ ഉള്ള ഒരു പടമാണ് പ്രാവിൻകൂട് ഷാപ്പ്. പിന്നെ പടത്തിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തേക്കുന്ന ഷൈജു ഖാലിദ്. അത് എടുത്ത് പറയേണ്ടതാണ് മോനെ. സിനിമോട്ടോഗ്രാഫിയുടെ കാര്യം ഇടുക്കാനായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ മ്യൂസിക് ചെയ്തേക്കുന്നത് വിഷ്ണു വിജയ് എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടാണ് പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ പോയേക്കുന്നത്. അപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസിൽ പോകുന്ന ഒരു പടമാണ്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടിരിക്കാൻ നല്ല എൻഗേജിങ് കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഹാഫ് മാത്രം കുറച്ച് ലെങ്തി ആയി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ബട്ട് അതിൻ്റെയും കൂടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ സെക്കൻഡ് ഹാഫിലേക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഒരു ക്രൈം നടക്കുന്നു. ആ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ഒരു പോലീസുകാരും വരുന്നു. പിന്നെ ആ കേസ് വേറെ ആളിലേക്ക് പോകുന്നു. കുറച്ച് ആൾക്കാരെ നമുക്ക് തന്നെ ഇട്ട് തരും. ഇവരാണോ എന്ന് തോന്നലുണ്ടാവും. ലാസ്റ്റ് നമ്മൾ വിചാരിക്കും ഇവരൊന്നും അല്ല, വേറെ ആരോ അത്. ബട്ട് നമ്മൾ ആദ്യം ചിന്തിച്ച കൂട്ടത്തിലുള്ള ഒരാളായിരിക്കും പ്രതി എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവുന്നതായിരിക്കും. സോ അങ്ങനെ നമുക്ക് കുറച്ച് എൻഗേജിങ് ആകുന്ന രീതിയിലുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ഒരു ഫൈറ്റ് ഉണ്ട്, ശിവജിത്തിൻ്റെ ഒരു ഷാപ്പിൻ്റെ ബാത്റൂമിൽ വെച്ചുള്ള ഒരു ഫൈറ്റ്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. മേക്കിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഡീസൻ്റ് ആയിട്ടാണ് അവർ മേക്ക് ചെയ്തേക്കുന്ന പടം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എന്തുകൊണ്ട് ഈ ക്രൈം നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം വിചാരിക്കും ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും. ബട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്കാണ് ആ കാരണമല്ല, ഇതിന് വേറൊരു കാരണം ഉണ്ടെന്നുള്ളത് മനസ്സിലാകും. സോ അങ്ങനെ നമ്മളെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടും പിന്നീട് ഇടയ്ക്ക് ഇന്ന ആളാണോ കുറ്റവാളി എന്നുള്ളത് വേറെ രീതിക്ക് കൂടെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിക്ക് ഞാൻ പറയില്ല. കുറച്ച് ആൾക്കാരെ നമ്മൾ തന്നെ എന്താ പറയുക, സംശയിച്ചു പോകും, ഇവരാണോ അവരാണോ. അങ്ങനെയൊക്കെ കുറച്ച് കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ കുറച്ചും കൂടെ ഒക്കെ കൺഫ്യൂസ്ഡ് ആക്കി നല്ല ഡീസൻ്റ് ആയിട്ട് വൃത്തിയായിട്ട് ഇതിൻ്റെ ഫൈനൽ ഔട്ട് കൊണ്ടുവന്നു. ഒക്കെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിക്ക് തന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ടും കൊണ്ടുവന്നു. അങ്ങനെ ഒക്കെ നല്ല വൃത്തിയായിട്ട് എടുത്ത് വെച്ചിരുന്ന ഒരു പടമാണ് പ്രാവിൻകൂട് ഷാപ്പ്. പിന്നെ ശ്രീരാജ് ശ്രീനിവാസന്റെ ഫസ്റ്റ് പടമാണ്. ഫസ്റ്റ് പടം എന്നുള്ള രീതിക്ക് ഒരു പോരായ്മകളും പുള്ളിക്കാരൻ വരുത്തിയിട്ടില്ല. നല്ല ഡീസൻ്റ് ആയിട്ടാണ് പുള്ളി പടം എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ പറഞ്ഞല്ലോ, ഇത് എന്താ പറയുക, കുറച്ച് ഡാർക്ക് ഹ്യൂമറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന രീതിയിലുള്ളൊരു പടമാണ്. എല്ലാവർക്കും പറ്റിയ കപ്പ് ഓഫ് ടീ ആയിരിക്കത്തില്ല ഇത്. കുറച്ച് ആൾക്കാർക്ക് വർക്കാവും, കുറച്ച് ആൾക്കാർക്ക് വർക്കാവത്തില്ല. സോ എല്ലാവരും എന്തെങ്കിലും പോയി കാണുക. നൈസൊരു പടമാണ്. ബേസിലിൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരനായിട്ടാണ്. എന്നാലൊട്ട് ബേസിൽ ഇതുവരെ ചെയ്ത ക്യാരക്ടറിൻ്റെ ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ എങ്കിലല്ല. സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സൗബിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ പുള്ളി അത് ചെയ്ത് വെച്ചേക്കുന്നത്. ബേസിൽ സൗബിൻ കോംബോ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ടുള്ള കോംബോയും കാര്യങ്ങളും ഇല്ല. ഈ പടത്തിന് എന്താണോ അവർക്ക് ഇൻവോൾവ് ആവശ്യം ആ രീതിയിലുള്ള ഒരു കോംബോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കുന്നത്. ബേസിലിൻ്റെ അത്യാവശ്യം കുറച്ച് നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഡാർക്ക് ഹ്യൂമറും ഡാർക്ക് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിലിൻ്റെ അത്യാവശ്യം കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. നൈസൊരു പടമാണ്. ആരെയും ബോറടിപ്പിക്കില്ല, ആരെയും നിരാശപ്പെടുത്തില്ല. നൈസൊരു പടമാണ്. സോ അപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളടേ. ബൈ.